ഹലോ സ്റ്റുഡൻസ്, +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൂസ്ബറീസ് എന്ന പാഠഭാഗത്തിലെ പാർട്ട് 3 വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നോക്കുക. After the death of his wife, Ivan Ivanich continued after a long pause. My brother began to look out for an estate. Through an agent, my brother Nicola raised a mortgage and bought 300 acres with a farmhouse, a cottage and a park. But there was no orchard, no gooseberry bush, no duck pond. There was a river, but the water in it was coffee-colored, because the estate lay between a brickyard and a gelatin factory. But my brother Nicola was not worried about that. He ordered 20 gooseberry bushes and settled down to a country life. ഇവിടെ പറയുന്നത് ഭാര്യയുടെ മരണശേഷം, ആഫ്റ്റർ ദ ഡെത്ത്, മരണശേഷം നിക്കോള ഒരു എസ്റ്റേറ്റിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. ഒരു എസ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയാണ് അവൻ്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഒരു ഏജൻറ്റ് വഴി 300 ഏക്കർ വരുന്ന ഒരു എസ്റ്റേറ്റ് വാങ്ങി. അതിലൊരു വീട്, ഒരു പർണശാല, ഒരു വീട് വാങ്ങി. അതിനോട് ഒരു വീട്, പിന്നെ അതുപോലെ പാർക്ക് ആൻഡ് എ പാർക്ക്. ബട്ട് ദർ വാസ് നോ ഓർക്കാഡ്. പക്ഷെ അവിടെ ഓർക്കാഡൊന്നും ഉണ്ടായിരുന്നില്ല. 300 ഏക്കർ സ്ഥലം മോർട്ടിഗേജായിട്ടാണ്, പണയവസ്തുവായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫാം ഹൗസ്. അതിനകത്തൊരു കോട്ടേജ് ഉണ്ടായിരുന്നു. തോട്ടം ഉണ്ടായിരുന്നില്ല. നെല്ലിമരം ഉണ്ടായിരുന്നില്ല. പക്ഷെ താറാവിൻ്റെ കുളവും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. പക്ഷെ പുഴയിലെ വെള്ളത്തിന് കാപ്പിയുടെ നിറമായിരുന്നു. കാരണം ആ പുഴയ്ക്കപ്പുറം ഇഷ്ടികക്കളവും ഇപ്പുറം ജലാറ്റിൻ ഫാക്ടറിയുമായിരുന്നു. നിക്കോള അതേക്കുറിച്ചൊന്നും സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷേ 20 നെല്ലിച്ചെടികൾ വരുത്തി നട്ടു. സ്വസ്ഥമായൊരു ഗ്രാമീണ ജീവിതവും തുടങ്ങി. ഹി സെറ്റിൽ ഡൗൺ ടു കൺട്രി ലൈഫ്. ലാസ്റ്റ് ഇയർ ഐ പെയ്ഡ് ഹിം വിസിറ്റ്. കഴിഞ്ഞ കൊല്ലം ഞാൻ അവനെ സന്ദർശിച്ചു. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വർ വിത്ത് ഹിം. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ എങ്ങനെ ജീവിക്കുന്നു, കാര്യം എങ്ങനെയാണ് അവൻ്റെ ജീവിതം പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം അവൻ്റെ അടുത്ത് പോയി. ഇൻ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കാൾഡ് ഹിസ് എസ്റ്റേറ്റ് കിംബാർഷോ കോർണർ ഓർ ഹിമാലയസ് ക്യൂ. I arrived at Himalayas queue in the afternoon. It was hot. There were ditches, fences, hedges, rows of young fir trees everywhere, and there was no telling how to cross the yard or where to put your horse. I went to the house and was met by a red-haired dog, as fat as a pig. He tried to bark but felt too lazy. Out of the kitchen came the cook, barefooted and also as fat as a pig, and said that the master was having his afternoon rest. I went in to my brother and found him sitting on his bed with his knees covered with a blanket. He looked old, stout, flabby. His cheeks, nose and lips were pendulous. I half expected him to grunt like a pig. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് അറിയാനായിട്ട്, എങ്ങനെയൊക്കെയാണ് ഇവൻ ജീവിക്കുന്നത് അറിയാനായിട്ട് കഴിഞ്ഞ വർഷം ഇവാൻ അവിടെ പോയിരുന്നു. നിക്കോളയുടെ കത്തുകളിൽ അയാൾ തൻ്റെ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ വിവരിക്കുമായിരുന്നു. എസ്റ്റേറ്റിൻ്റെ പേരൊക്കെ സൂചിപ്പിച്ചു. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവാൻ അവിടെ എത്തുന്നത് ഉച്ചയ്ക്കാണ്, ആഫ്റ്റർനൂൺ ടൈമിലാണ് എത്തുന്നത്. ചൂടേറിയ ഒരു ദിവസമായിരുന്നു, ഹോട്ട് സീസണായിരുന്നു. ഇറ്റ് വാസ് ഹോട്ട് എന്ന് പറയുന്നുണ്ട്. ചൂടേറിയൊരു ദിവസമായിരുന്നത്. അവിടെ എല്ലായിടത്തും കിടങ്ങുകളും വേലികളും കുറ്റിച്ചെടികളും നിരത്തിവെച്ച ഫിർമരങ്ങളൊക്കെ ആയിരുന്നു. കുതിരയെ തളയ്ക്കാനൊരു സ്ഥലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. I went to the house and was met by a red-haired dog. മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ, വീടിനകത്തോട്ട് കയറുന്നപ്പോൾ ഒരു പട്ടിയെ കണ്ടു. അവന് കുരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ ശ്രമം അത് ഉപേക്ഷിച്ചു. പിന്നീട് അടുക്കളയിൽ നിന്നും പാചകക്കാരൻ പുറത്തേക്ക് വന്നു. അയാളുടെ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടാൽ ഒരു പന്നിയെപ്പോലെ ഇങ്ങനെ
ഇരിക്കുന്ന മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞത് നിക്കോള ഉച്ചയുറക്കത്തിലായിരുന്നു എന്നാണ്. ഇവിടെ ചെല്ലുമ്പോൾ നിക്കോള തൻ്റെ കിടക്കയിൽ കാലുകളൊക്കെ പുതപ്പിട്ട് മൂടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു വയസ്സനെ പോലെയാണ് അയാൾ കാണുമ്പോൾ തോന്നുന്നത്. തടിച്ച് ശക്തിഹീനനായി യാതൊരു ബലവുമില്ലാതെ തോന്നി. കവിളുകളും മൂക്കും ചുണ്ടും എല്ലാം തൂങ്ങിക്കിടക്കുന്ന അതുപോലെയുള്ള ഒരു വൃദ്ധനെ പോലെ, ഒരു പന്നിയെപ്പോലെ തൻ്റെ സഹോദരൻ വളരെ വൃദ്ധനായിരിക്കുന്നു എന്ന് ഇവാന് തോന്നി. മനസ്സിലായി? അതാണ് ആ ഭാഗം നമ്മൾ കണ്ടത്. അടുത്ത ഭാഗം വി എംബ്രേസ്ഡ് ആൻഡ് ഷെഡ് എ ടിയർ ഓഫ് ജോയ്. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കണം കേട്ടോ. വി എംബ്രേസ്ഡ് ആൻഡ് ഷെഡ് എ ടിയർ ഓഫ് ജോയ് ആൻഡ് ഓൾസോ ഓഫ് സാഡ്നെസ് ടു തിങ്ക് ദാറ്റ് വി ഹാഡ് വൺസ് ബീൻ യങ് ബട്ട് വി ആർ നൗ ബോത്ത് going grey and nearing death. He trusted and took me to see his estate. ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചു, പരസ്പരം ആലിംഗനം ചെയ്തു, പക്ഷെ ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്തു. എന്നാലിപ്പോൾ അവൻ നരച്ചു തുടങ്ങുകയും മരണത്തിലേക്ക് അടുക്കുകയും ചെയ്യുമായിരുന്നു. നിക്കോള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇവാനെയും കൂട്ടി എസ്റ്റേറ്റ് കാണാൻ ഇറങ്ങി. സീത എസ്റ്റേറ്റ് കാണാനായിട്ട് ഇറങ്ങി. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. വെൽ, ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് നിനക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. ഓൾ റൈറ്റ്, താങ്ക് ഗോഡ്, ഐ ആം ഡൂയിങ് വെരി വെൽ. ദൈവത്തിന് നന്ദി, ഞാൻ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എന്ന രൂപത്തിലാണ് അവൻ സംസാരിക്കുന്നത്. നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ആലിംഗനം ചെയ്തു, പരസ്പരം ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അപ്പോൾ ഇവാൻ അറിയാമായിരുന്നു നിക്കോള വളരെ മോശമായ അവസ്ഥയിലാണെന്ന്. നിക്കോളയ്ക്ക് സുഖമാണോ എന്നായിരുന്നു ഇവാൻ അറിയേണ്ടിരുന്നത്. അയാൾ പണ്ടത്തെ പോലെ പാവം പിടിച്ച ക്ഷീണിച്ച ഒരു ജോലിക്കാരനായിരുന്നില്ല, മറിച്ച് ശരിക്കും ഒരു ഭൂവുടമയായിരുന്നു, ഉന്നത സ്ഥാനം ഉള്ളവനുമായിരുന്നു. ഒരു നല്ല ഭൂപ്രഭുവിനെ പോലെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു നല്ലൊരു ഭൂപ്രഭുവിനെ പോലെ ആയിരുന്നു, ലാൻഡ് ഓണറായിരുന്നു. ഹി ലുക്ക്ഡ് ആഫ്റ്റർ ഹിസ് സോൾ ആൻഡ് ഡിഡ് ഗുഡ് വർക്ക്സ് പോംപസ്ലി. അപ്പോൾ ഒരു നല്ല ഭൂപ്രഭുവിനെ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഏറ്റവും പ്രധാനം സോഡയും ആവണക്കെണ്ണയും ഉപയോഗിച്ച് കൃഷിക്കാരുടെ സർവ്വരോഗങ്ങളും ശമിപ്പിക്കലായിരുന്നു ഉദ്ദേശം. He cured the peasants of all kinds of diseases with soda and castor oil. And on his birthday, he would have a Thanksgiving service held in the middle of the village and would treat the peasants to half a bucket of vodka, which he thought the right thing to do. These horrible buckets of vodka. അപ്പോൾ എന്തൊക്കെയാണ് നിക്കോള ചെയ്തുകൊണ്ടിരുന്നത്? അയാളുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഗ്രാമത്തിൽ അയാൾക്കൊരു ഉപകാരസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. പിന്നെ അര ബക്കറ്റ് മദ്യം, വോഡ്ക, അയാൾ കൃഷിക്കാർക്ക് വേണ്ടി അന്ന് ചെലവഴിച്ചു. ഇത് ചെയ്യേണ്ട ഒരു കാര്യം ആണെന്നായിരുന്നു അയാളുടെ വിശ്വാസം. But my point does not concern him so much as myself. I want to tell you what a change took place in me in those few hours while I was in his house. In the evening, while we were having tea, the cook laid a plate full of gooseberries on the table. They had not been bought, but were his own gooseberries, plucked for the first time since the bushes were planted. Nikolai Ivanich laughed with joy, and for a minute or two he looked in silence at the gooseberries with tears in his eyes. He could not speak for excitement, then put one into his mouth, glanced at me in triumph, like a child at last being given its favorite toy, and said, "How good they are." He went on eating greedily and saying all the while, "How good they are. To try one." എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ബട്ട് മൈ പോയിന്റ് ഡസ് നോട്ട് കൺസേൺ ഹിം സോ മച്ച്. ഇവാൻ പറയുന്ന സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൽ എന്തോ മാറ്റം സംഭവിച്ചു എന്നാണ്. വൈകിട്ട് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
വേലക്കാരൻ ഒരു പ്ലേറ്റ് നിറയെ നെല്ലിക്ക ടേബിളിൽ കൊണ്ടുവച്ചു. ഗൂസ്ബറീസ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോൾ പുറത്തുനിന്നും വാങ്ങിയതായിരുന്നു, പുറത്തുനിന്നും വാങ്ങിച്ചതായിരുന്നില്ല. നമ്മളത് കാരണം അയാൾക്ക് സ്വന്തമായിട്ട് ഗൂസ്ബറീസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിയ നെല്ലിക്കയായിരുന്നില്ല. നിക്കോള സ്വന്തമായി നട്ടുവളർത്തിയ നെല്ലിമരത്തിൽ നിന്നും ആദ്യമായി പറിച്ച നെല്ലിക്കയായിരുന്നു. നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് നിക്കോള 1-2 മിനിറ്റ് അവയെ നോക്കി നിന്നു. അപ്പോൾ ആ കണ്ണിൽ കണ്ടത് ആനന്ദാശ്രുക്കളായിരുന്നു. കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു, ടീയേഴ്സ് ഉണ്ടായിരുന്നു. അത് ആനന്ദം നിറഞ്ഞതായിരുന്നു. സന്തോഷാധിക്യം കൊണ്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അയാൾ ഒരെണ്ണം എടുത്ത് വായിലിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് സോർ. ആ നെല്ലിക്ക വളരെ കടുപ്പവും പുളിയുമുള്ളതായിരുന്നു. ഹാർഡ് ആൻഡ് സോർ. ബട്ട് ഐ സോ എ ഹാപ്പി മാൻ and whose dearest dream had come true, who had attained his goal in life, who had got what he wanted and was pleased with his destiny and with himself. In my idea of human life, there is always some alloy of sadness, but now at the sight of a happy man, I was filled with something like despair, and at night it grew on me. A bed was made up for me in the room near my brother's, and I could hear him, unable to sleep, going again and again to the plate of gooseberries. I thought, after all, what a lot of contented, happy people there must be. What an overwhelming power and that means. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് സോർ. നെല്ലിക്കയെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്ക വളരെയധികം ചവർപ്പുള്ളതും അല്ലെങ്കിൽ വളരെ പുളിയുള്ളതുമായിട്ടുള്ള ഒരു നെല്ലിക്ക ആയിരുന്നു. പക്ഷേ ഇവാനവിടെ കാണാൻ കഴിഞ്ഞത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പൂവണഞ്ഞതിൽ സന്തോഷിക്കുന്ന, ജീവിതത്തിൽ നേട്ടം കൊയ്തുവെന്ന് കരുതുന്ന ഒരാളെയായിരുന്നു അദ്ദേഹം കണ്ടത്, അല്ലേ? So a happy man and whose dearest dream had come true, who had attained his goal in life. ജീവിതത്തിലെല്ലാ നേട്ടവും നേടിയ ഒരു മനുഷ്യനെയാണ് അവിടെ കണ്ടത്. തന്നിലും തൻ്റെ വിധിയിലും അയാൾ പൂർണ്ണ തൃപ്തനായിരുന്നു. അയാൾ എല്ലാ കാര്യത്തിലും ഹി വാസ് പ്ലീസ്ഡ് വിത്ത് ഹിസ് ഡെസ്റ്റിനി, വിധി, ആൻഡ് വിത്ത് ഹിംസെൽഫ്. തന്നിലും തൻ്റെ വിധിയിലും അയാൾ സന്തുഷ്ടനായിരുന്നു. നമ്മളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഇവൻ്റെ കാഴ്ചപ്പാട് ദുഃഖത്താൽ സമ്മിശ്രമായിരുന്നു. ഹിസ് ഐഡിയ ഓഫ് ഹ്യൂമൻ ലൈഫ് ദറ്റ് ഈസ് ഓൾവേസ് സം അലോയ് ഓഫ് സാഡ്നെസ്. ദുഃഖ സമ്മിശ്രമായിരുന്നു അദ്ദേഹത്തിന് ആ ജീവിതം. എന്നാൽ ഇപ്പോൾ ശരിക്കും ഒരു സന്തുഷ്ടനായ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾക്ക് കടുത്ത നിരാശ തോന്നി. രാത്രിയായപ്പോൾ നിരാശ കൂടുകയാണ് ചെയ്തത്. നിക്കോളയുടെ അടുത്ത് തന്നെ ആയിരുന്നു ഇവാനും കിടക്ക വിരിച്ചിരുന്നത്. അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിക്കോള ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നെല്ലിക്ക കഴിക്കുന്നത് ഇവാൻ അറിഞ്ഞു. ഇതുപോലെ സന്തോഷവാനായ ഒരുപാട് ആളുകൾ കാണുമെന്ന് ഇവാൻ ചിന്തിച്ചു. സംതൃപ്തി എന്നത് തടുക്കാൻ കഴിയാത്തൊരു ശക്തിയാണ്. നമുക്ക് വേണ്ടതും ആ അവസ്ഥയാണ്. അസന്തോഷവാനായവർ തൻ്റെ ജീവിതഭാരം നിശബ്ദമായി ചുമക്കുന്നത് കൊണ്ടാണ് സന്തോഷവാനായവന് ഇങ്ങനെ തോന്നുന്നതെന്ന്, അതില്ലാതെ സന്തോഷിക്കാമെന്ന് അസാധ്യമായ കാര്യമാണ്. സംതൃപ്തി എന്നത് തടുക്കാൻ കഴിയാത്തൊരു ശക്തിയാണ്. നമുക്ക് വേണ്ടതും ആ അവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. തടുക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. അസന്തോഷവാനായവൻ തൻ്റെ ജീവിതഭാരം നിശബ്ദമായി ചുമക്കുന്നത് കൊണ്ടാണ് സന്തോഷവാനായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നുന്നത്. അതില്ലാതെ സന്തോഷമെന്ന അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. After all, what a lot of contented, happy people there must be.
എന്തോരം സന്തോഷവാന്മാരെ ആളുകളുണ്ടാവും. ബട്ട് ആൻ ഓവർവെൽമിങ് പവർ ദാറ്റ് മീൻസ് എത്ര മിതമായ അത്യധികം ആഹ്ലാദകരമായൊരു ശക്തിയാണ് ഇവിടെ ഉള്ളത്. Such a state of things was obviously what we want. Apparently happy man only feels so because the unhappy bear their burden in silence. ദുഃഖിതരായവർ നിശബ്ദമായിട്ട് ഭാരങ്ങളൊക്കെ സഹിക്കുകയാണ്. ബട്ട് ഫോർ വിച്ച് ഹാപ്പിനെസ് വുഡ് ബി ഇമ്പോസിബിൾ. പക്ഷെ അവർക്ക് സന്തോഷം അസാധ്യമാണ്. ദാറ്റ് നൈറ്റ് ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ടു ഹാഡ് ബീൻ കണ്ടൻറ്റ് ആൻഡ് ഹാപ്പി. Ivan Ivanich went on, getting up. Freedom is boon. It's a boon. I used to say, as essential as the air we breathe. But we must wait. Yes, I used to say so. But now I ask, why do we wait? അന്ന് രാത്രി നമ്മൾ എന്താണ് കണ്ടത്? That night I was able to understand how I too had been content and happy. I was able to, എനിക്ക് മനസ്സിലായി എന്താണ്, ഞാനും സന്തോഷവാനാണ്, സന്തോഷിക്കുന്നുണ്ടെന്ന്. ഇവാൻ ഇവാനിച്ച് വെൻറ്റ് ഓൺ, തുടർന്ന് പറഞ്ഞു. ഗെറ്റിംഗ് അപ്പ്, എഴുന്നേറ്റുകൊണ്ട്. ഫ്രീഡം ഈസ് എ ബൂൺ. സ്വാതന്ത്ര്യം ഒരു വരദാനമാണ്. ഐ യൂസ് ടു സേ ആസ് എസെൻഷ്യൽ ആസ് ദ എയർ വി ബ്രീത്ത്. സ്വാതന്ത്ര്യം എസെൻഷ്യലാണ്. നമുക്ക് നമ്മുടെ വായു ശ്വസിക്കുന്നത് പോലെ അത് എസെൻഷ്യലാണ്. ബട്ട് വി മസ്റ്റ് വെയിറ്റ്. പക്ഷെ കാത്തിരിക്കണം. യെസ്, ഐ യൂസ് ടു സേ സോ. പതിവായി ഞാനത് പറയാറുണ്ട്. ബട്ട് നൗ ഐ ആസ്ക്, വൈ ഡു വി വെയിറ്റ്? എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? എന്തിനാണ് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യൻ കാത്തു നിൽക്കേണ്ടി വരുന്നത്? ഇതാണ്. Ivan Ivanich glanced angrily at Borkin. Why do we wait, I ask you? What considerations keep us fast? I am told that we cannot have everything at once, and that every idea is realized in time. But who says so? Where is the proof that it is so? Tell me, I say, why should we wait? I left my brother early the next morning, and from that time on, I found it impossible to live in town. The peace and quiet of it oppressed me. I dare not look in at the windows, for nothing is more dreadful to see than the sight of a happy family sitting around a table having tea. I am an old man now, and I am no good for the struggle. I commenced late. I can only grieve within my soul, and fret and sulk. At night, my head buzzes with the rush of my thoughts, and I cannot sleep. I were in. അപ്പോൾ ഇവാൻ ദേഷ്യത്തോടുകൂടി പോർക്കിനെ നോക്കി. വൈ ഡു വി വെയിറ്റ്? നീ എന്തിനാണ് കാത്തു നിൽക്കേണ്ടി വരുന്നത്? ഇവാൻ ദേഷ്യത്തോടുകൂടി ആ ബർക്കിനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഒരാൾ കാത്തു നിൽക്കേണ്ടി വരുന്നതെന്ന് അവൻ അയാളോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ആളുകൾ ഉപവസിക്കുന്നത്? ഫാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരേ സമയം എല്ലാം ഒത്തിണങ്ങി വരില്ലെന്നും എല്ലാം സമയാസമയങ്ങളിൽ നടക്കുമെന്നും അവർക്കറിയാം. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? എന്തുകൊണ്ട് ആളുകൾ കാത്തു നിൽക്കണം? അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവാൻ സഹോദരനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. പക്ഷെ അന്ന് മുതൽ ഇവാന് ടൗണിൽ താമസിക്കുക ഏതാണ്ട് ദുഷ്കരമായിരുന്നു. അവിടുത്തെ ശാന്തിയും സമാധാനവും അവനെ ഞെരുക്കി. ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാപ്പി കുടിക്കുന്ന സന്തുഷ്ട കുടുംബത്തേക്കാൾ നല്ലതല്ലാത്ത കാഴ്ച അയാൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴയാൾക്ക് വയസ്സായി തുടങ്ങി. കഷ്ടപ്പെടാൻ കഴിയുമില്ല. വൈകിയാണ് അയാൾ തുടങ്ങിയത്. അയാൾക്ക് തന്നോട് തന്നെ അലിവ് തോന്നി. അതോടൊപ്പം ദേഷ്യവും. ശിരസിൽ 1000 ചിന്തകൾ ഇരുമ്പിയിട്ടാവണം അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തനിക്ക് വയസ്സായതിൽ അയാൾ ഖേദിക്കുകയാണ് ചെയ്തത്. ഇവാൻ ഇവാനിച്ച് വാക്ക്ഡ് എക്സൈറ്റഡ്ലി അപ്പ് ആൻഡ് ഡൗൺ. അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തോടുകൂടി അത്രയും ആവേശത്തോടെ അങ്ങോട്ടും നടക്കുകയാണ് റൂമിലൂടെ. ആൻഡ് റിപ്പീറ്റഡ്, ഇഫ് ഐ വർ യങ്, ഞാൻ ചെറുപ്പമായിരുന്നെങ്കിൽ അല്ലേ. ഹി സഡൻലി വാക്ക്ഡ് അപ്പ് ടു ദ അഡിയോക്കിൻ ആൻഡ് ഷുക്ക് ഹിം ഫസ്റ്റ് ബൈ വൺ ഹാൻഡ് ആൻഡ് ദെൻ ബൈ ദ അതർ.
പെട്ടെന്ന് എന്നിട്ട് രേഖിൻ്റെ അടുത്ത് വന്നു ആൻഡ് ഷുക്ക് ഹിം ഫസ്റ്റ്. ആദ്യം അവനെ കുലുക്കി വിളിച്ചു ഒരു കയ്യിൽ, ആൻഡ് ദെൻ ബൈ ദ അതർ, അടുത്ത കയ്യിലും കുലുക്കി വിളിച്ചു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, താങ്ക് യു.